ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം വിചാരിക്കണേ. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ എൻ്റെ കുറച്ച് ഷോപ്പിംഗ് വിശേഷങ്ങളും അതുപോലെ തന്നെ ഒരു അൺബോക്സിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ ലഭിക്കുള്ളൂ. അതുപോലെ തന്നെ എല്ലാവരും മറക്കാതെ തന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് തൃശ്ശൂർ വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ മണ്ണുത്തിയിൽ കയറിയിട്ട് കുറച്ച് പോട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാം കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ സെറാമിക്കിൻ്റെ പോട്ട് ബൗൾസ് വാങ്ങി മീഷോയിൽ നിന്ന്. ആ ഒരു പാക്കേജാണ് കേട്ടോ അത് അൺബോക്സ് ചെയ്യുന്നത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷമാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവമാണ് കേട്ടത്. ഇത് പാക്ക് പൊട്ടിക്കുമ്പോഴൊന്നും എനിക്കൊരു പ്രതീക്ഷയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മീഷോന്ന് ഞാൻ വാങ്ങിയോടത്തോളം എനിക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടേ ഉള്ളൂ. പറ്റുമെന്ന് മാത്രമല്ല, മടക്കി അയച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും എനിക്ക് ക്ലിയർ ആയിട്ട് അതിൻ്റെ റീഫണ്ടോ റീപ്ലേസ്മെൻറ്റോ ഒന്നും കിട്ടിയിട്ടുമില്ല കേട്ടോ ഇതുവരെ. അതുകൊണ്ട് തന്നെ ഞാൻ മീഷോയിൽ അങ്ങനെ ഒന്നും വാങ്ങാറില്ല കാര്യമായിട്ട്. പിന്നെ ഡ്രസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡ്രസ്സ് വാങ്ങിയതും ഒരിക്കലും എനിക്ക് സൈസൊന്നും കറക്റ്റായിട്ട് വന്നിട്ടില്ല. പക്ഷേ ഇതിപ്പോൾ അവരിങ്ങനെ കൂടുതൽ ആൾക്കാർ പർച്ചേസിങ് തുടങ്ങിയപ്പോൾ ക്വാളിറ്റി കൂട്ടി കൂട്ടി വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇതൊക്കെ ഡെലിവറി ചെയ്യുന്ന ഇതും പാക്കേജിങ്ങും ഒക്കെ ക്വാളിറ്റി കൂട്ടി അവരെ കാര്യങ്ങളൊക്കെ അവർ ക്വാളിറ്റി കൂട്ടി വരുന്നുണ്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ കുറേയൊക്കെ എല്ലാവരും പറയാൻ തുടങ്ങി ഡെലിവറിയും അതുപോലെ തന്നെ റീഫണ്ടും റീപ്ലേസ്മെൻറ്റൊക്കെ നമുക്ക് ഈസിയാണെന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് വാങ്ങി നോക്കിയതാണ്. പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ച പോലെ അല്ലായിരുന്നു കേട്ടോ. നല്ല സംഭവം, നല്ല സൂപ്പറായിട്ട് ഉണ്ടായിരുന്നു ബൗൾസ്. നിങ്ങൾക്ക് കാണാമല്ലോ, നല്ല ഫിനിഷിങ്ങും ഉണ്ട്, നല്ല പ്രിൻറ്റ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അത്യാവശ്യം സൈസും ഉണ്ട് കേട്ടോ. നമ്മൾ കഞ്ഞിയൊക്കെ കുടിക്കുക അങ്ങനെയൊക്കെ നമ്മൾ ഈ കൊറിയൻസ് ചൈനീസുകാരൊക്കെ ഒരു സൈസ് നൂഡിൽസ് കഴിക്കുമല്ലോ, വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കോരി കഴിക്കണം, അതിനൊക്കെ പറ്റിയ ഒരു ടൈപ്പ് ഒരു ബൗളാണ് കേട്ടോ. അതിൽ അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ. നല്ല ഇഷ്ടമായി എനിക്ക്, ഒന്നും പറയാനില്ല കേട്ടോ. ഇത് 100ൽ 100 മാർക്ക് തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഫിനിഷിങ്ങും ഉണ്ട് കേട്ടോ. ഞാൻ എത്ര പ്രതീക്ഷിച്ചില്ല, മീഷോയിലായതുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. പക്ഷെ നല്ല പ്രൊഡക്റ്റ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ ഇതാ മണ്ണൂത്തിയിൽ വിഞ്ചോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ ഷോപ്പിൽ കയറിയ വിശേഷമാണ് കേട്ടോ അത്. ഇവിടെയാണ് ഞാൻ എപ്പോഴും പൂട്ടുകൾ വാങ്ങാൻ വരാറുള്ളത്. ഇത് റീറ്റെയിലേഴ്സ് പൂട്ടുകൾ കളക്ട് ചെയ്ത് പോകുന്ന ഒരു പ്ലേസാണ് കേട്ടോ. നല്ല വില കുറവിൽ നമുക്ക് പോട്ട്സൊക്കെ കിട്ടും. സെറാമിക്കിൻ്റെയും പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ എല്ലാ ടൈപ്പ് പോട്ട്സും ഇവിടെ കിട്ടും. ഇങ്ങോട്ടായിട്ട് വരൽ ചുരുക്കമാണ്. എറണാകുളത്തൊക്കെ തൃശ്ശൂർക്കൊക്കെ വരുമ്പോൾ ഇവിടെ കയറാറാണ് കേട്ടോ പതിവ്. ഇന്നിപ്പോൾ തൃശ്ശൂർ വരെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. മോനൊരു ഫോൺ കൊടുത്തു വിടാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോൻ്റെ അടുത്ത് സ്കോട്ട്ലാൻഡിൽ അവിടെ അവൻ്റെ അടുത്ത് തന്നെ താമസിക്കണം, ഒരുമിച്ച് പോയതാണ് കേട്ടോ അവർ. ഒരു ടീച്ചർ ഇവിടെ തൃശ്ശൂരിൽ നിന്ന് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അങ്കമാലിയിൽ നിന്ന് കേട്ടോ പോവാണ്ടായിരുന്നു. അങ്കമാലിയിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് പോകണം. അപ്പോൾ അവരെ കയ്യിലാണ് കൊടുത്തു വിട്ടത്. അപ്പോൾ അങ്ങനെ വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കയറിയതാണ്. ഞാൻ പ്ലാന്റ്സും വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ലേറ്റായി, ഇരുട്ടായപ്പോൾ പിന്നെ നഴ്സറിയിലൊന്നും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ പോട്ടുകൾ മാത്രം വാങ്ങിയിട്ടാണ് വന്നത്. സെറാമിക്കിൻ്റെ പോട്ടൊക്കെ ഭയങ്കര കളക്ഷനാണ്, നല്ല കളക്ഷനാണ്. വിഞ്ചോ പ്ലാസ്റ്റിക്സ് എന്നാണ് പേര് ഉള്ളത്. നമ്മൾ എറണാകുളമൊക്കെ പോകുമ്പോൾ ജസ്റ്റ് മണ്ണൂത്തിക്കൊന്ന് ഇറങ്ങിയിട്ട് ഒന്ന് കയറാനേ ഉള്ളൂ. ഒരു ഏറിയ ഒരു 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകാനേ ഉള്ളൂ. നിങ്ങൾ പോയി നോക്കാൻ പറ്റുന്നവരൊക്കെ പോയി നോക്കട്ടെ. നല്ല കളക്ഷനാണ്. നമുക്ക് സെറാമിക്കിൻ്റെ പോട്ട്സൊക്കെ നമ്മൾ മോളുകളും ഹോം സെൻറ്റർ അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ. അപ്പോൾ നമുക്ക് വാങ്ങാൻ നല്ല കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമാണ്, വില കേട്ട് നമ്മൾ വാങ്ങൂല. അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല അഫോർഡബിൾ ആയിട്ട് കിട്ടും കേട്ടോ. ഈ ഒരു പോട്ടൊക്കെ 400 രൂപയാണ്. അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ, നമ്മൾ കാണുന്ന പോലെയല്ല. ഞാൻ 2 സെറാമിക്കിൻ്റെ പോട്ട് വാങ്ങിയിട്ടുണ്ട് ടേബിളിൽ വെക്കാൻ. അത് രണ്ടും 200 രൂപ വെച്ചാട്ടോ വാങ്ങിയത്. ഇപ്പോൾ ആ ചേച്ചി കയ്യിലെടുത്ത ആ പ്രൊഡക്റ്റ് അങ്ങനത്തെ 2 പ്രിൻ്റുള്ള ടൈപ്പ് വാങ്ങി. പല ടൈപ്പുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ടൈം വളരെ കുറവായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ഓടി നടന്ന് കിട്ടിയത് വാങ്ങുക ചെയ്ത് കേട്ടോ. ഈ ഒരു വാട്ടർ ക്യാൻ്റെ പോലത്തെ ഇതൊക്കെ നിങ്ങൾ എൻ്റെ കയ്യിൽ കണ്ടിട്ടുണ്ടാവും. അതെനിക്ക് സർഫൊക്കെ കൊണ്ടുവന്ന് തന്നാ കേട്ടോ. അങ്ങനത്തെ ഒരുപാട് സെറാമിക്കിൻ്റെ പല സൈസിലുള്ള, പല ഡിസൈനിലുള്ള, പല ഷേപ്പിലുള്ള, അതുപോലെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒക്കെ ഭയങ്കര നല്ല കളക്ഷൻ കേട്ടോ. ഹൗസ് വാമിംഗ് ഒക്കെ ഉള്ള സമയത്ത് ഇവിടെ ഒന്ന് വരികയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഡോർക്ക് വെക്കാനുള്ള നല്ല നല്ല സെറാമിക്കിൻ്റെ പോട്ട്സൊക്കെ കളക്ട് ചെയ്ത് പോകട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വാങ്ങുന്നതിലപ്പുറം വന്ന് കാണുന്നത് അതിലേറെ ഇഷ്ടമാണ് കേട്ടോ.
അപ്പോൾ അങ്ങനെ വന്നതായിരുന്നു. അപ്പം ഞാൻ ഓടി നടന്ന് കുറച്ച് 2 സെറാമിക്കിൻ്റെ പോട്ടേ എടുത്തിട്ടുള്ളൂ. ഇൻഷാല്ലാ ഇനി വരുമ്പോൾ എടുക്കണം കേട്ടോ. ഇനി ഇങ്ങോട്ടായിട്ട് ഒരു ദിവസം വരണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഈ സൈസിലുള്ള കേട്ടോ 2 ഞാൻ വാങ്ങിയത്. എനിക്ക് ടേബിളിൽ വെക്കാൻ നമ്മളെന്ത് സാധനം വാങ്ങുമ്പോൾ ആദ്യം നമ്മൾ വെക്കാനുള്ളൊരു സ്പേസും കൂടി നമ്മൾ കാണാനല്ലോ. നമുക്ക് വെക്കാൻ ഇന്ന സ്ഥലത്ത് വെക്കാന്നുള്ളൊരു പ്ലാനിങ്ങിൽ വേണ്ട കൊണ്ടുപോകാൻ, വെറുതെ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അത് വാങ്ങിയിട്ടാണ്. പിന്നെ എനിക്ക് കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടുകൾ വേണമായിരുന്നു, ഹാങ് ചെയ്യണ പോട്ടും അതേപോലെ തന്നെ ഹാങ്ങിങ് ഹുക്ക് ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഹാങ് ചെയ്യാനുള്ള പോട്ട് വേണമായിരുന്നു. അല്ലാത്ത കുറച്ച് പോട്ട്സൊക്കെ വേണമായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട് സെലീന ഉണ്ടായിരുന്നു, നൈബർ, അവൾക്ക് 2 പോട്ട് ഞാൻ വാങ്ങാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അവൾ വേണമെന്ന് പറഞ്ഞിട്ട് എന്നോട് ഇവിടെ വരുമ്പോൾ വീഡിയോ കോൾ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഞാനിട്ടാ പോകുമ്പോൾ പറയണേന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു കാര്യം ചെയ്യ് കൂടെ വാന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ അവൾക്ക് വരാൻ അപ്പോൾ സൗകര്യം ഒത്തു വന്നിട്ടില്ല, അവൾ വന്നില്ല. അപ്പോൾ എന്നോട് വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞായിരുന്നു കേട്ടോ. വീഡിയോ കോൾ ചെയ്യാൻ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എൻ്റെ സിമ്മ് ജിയോ ആണ്, നെറ്റോ കോളോ ഒന്നും പോണില്ല, ഭയങ്കര അവസ്ഥയായിപ്പോയി. അപ്പോൾ അവൾക്കുള്ള പോട്ട് കൊടുത്ത് അവൾക്ക് 2 പോട്ട് എടുത്തു. ഇനിയിപ്പോൾ അടുത്ത് വരുമല്ലോ, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾ ഇൻഡോറിൽ വെക്കാനുള്ള പോട്ടിനോട് പറഞ്ഞിരുന്നു, ഞാൻ അതുപോലെ ഒന്നും ചോദിച്ചിരുന്നു. അപ്പോൾ അത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പോട്ട്സൊക്കെ വാങ്ങി. ഞാൻ വാങ്ങിയ കളക്ഷനൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ കാണിച്ചാൽ ഞങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടൂല. ഒരുപാട് കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല അഫോർഡബിൾ പ്രൈസിൽ ഒരുപാട് ഡിസൈന്, ഒരുപാട് കളക്ഷന് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടും കേട്ടോ. അവിടെ വന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ഇവർ ഹോൾസെയിലേഴ്സാണ്, റീറ്റെയിലേഴ്സാണ് കൂടുതൽ ഇവിടുന്ന് സാധനം കൊണ്ടുപോവുക. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വില വ്യത്യാസം ഉണ്ടാവുമല്ലോ. നമ്മൾ ഹൗസ് വാമിങ്ങോ അല്ലെങ്കിൽ ഒരുമിച്ച് പോട്ടുകളൊക്കെ വാങ്ങുകയാണെങ്കിൽ ഒരിക്കലും ഇവിടെ വന്നാൽ നഷ്ടം വരില്ല കേട്ടോ. നമുക്കൊരു രസമായിട്ട് വന്നിട്ട് വാങ്ങാം. നമ്മളെപ്പോലെ ഇന്നെപ്പോലെ ദൂരമല്ലോ ഒരു കിട്ടാം, നമുക്ക് തൃശ്ശൂർ നിന്ന് അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ അങ്ങനെ ഈ പർച്ചേസിംഗ് ഒക്കെ ആയിരുന്നു പരിപാടി. ഭയങ്കര തിരക്കാട്ടോ അവിടെ, ഒരു ചന്തയിൽ പോയ ഫീലിംഗ് ആണ്. അതാണ് ഞാൻ മുകൾക്കൊന്നും എടുക്കാത്തത്. മുകൾക്കെടുത്ത് നിറച്ച് ജനങ്ങളാണ് ഉള്ളിൽ. സാധനം എടുത്തു തരാനുള്ള ചേച്ചിമാരൊക്കെ. ആ ചേച്ചി ലാസ്റ്റ് ഞാൻ സാധനമൊക്കെ എടുത്ത് വെച്ച് വണ്ടിക്ക് വെയിറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ പിന്നെ ഒന്ന് ഒതുങ്ങിയിട്ടോ, മഗ്‌രിബിൻ്റെ സമയമായല്ലോ. ഞാൻ പറഞ്ഞല്ലോ ഇരുട്ടായി ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒന്ന്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ സെലീനാക്ക് വാങ്ങിയ പോട്ടുകൾ. ഞാൻ ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ ഒരു ചേച്ചി പറയുന്നുണ്ട്, നേരെ വെളുത്തതിന് ശേഷം ഈ കാല് മടക്കിയിട്ടില്ല എന്ന് അവർ പറയുന്നുണ്ട് കേട്ടോ. പാവം ഈ ചേച്ചി, ഇവരാണ് എനിക്ക് സാധനങ്ങളൊക്കെ എടുത്ത് തന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇത് നമുക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോട്ടും പ്ലാന്റ്സൊക്കെ വാങ്ങിയിട്ട് പോവട്ടോ. അങ്ങനത്തെ ഒരു ഏരിയയാണ്, ഇതിനായിട്ടുള്ളൊരു ഏരിയയാണ്. ഇവിടെ ചുറ്റുഭാഗം ഇങ്ങനത്തെ ഷോപ്പുകൾ തന്നെയാണ് ഉള്ളത്. റോഡിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ചുറ്റുഭാഗം ഇങ്ങനത്തെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പോട്ട്സും നേഴ്സറിയും തന്നെയാണ് ഈ ഒരു ഏരിയയിലേക്കുള്ളത് കേട്ടോ. പിന്നെ സ്റ്റാൻഡുകൾ, മണ്ണിൻ്റെ പോട്ടുകൾ ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും ഉണ്ട്. ഈ സെറാമിക്കിൻ്റെ വലിയ പോട്ടുകളൊക്കെ ഉണ്ടല്ലോ, ഒരു സംഭവമാണ് കേട്ടോ. അതേപോലെ ഫൈബറിൻ്റെ ഈ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ മോനൊന്ന് വന്ന് പോയിട്ട് അതൊന്ന് സ്റ്റക്കായത്. അവന് ഇന്നലെ വാങ്ങിക്കൊടുത്ത അതേ വണ്ടി ടി വിയിലെ റിവ്യൂ ഉണ്ട്, ഏതോ ഒരു യൂട്യൂബർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതന്നെ അമ്മച്ചി എനിക്ക് വാങ്ങി തന്നല്ലോ, ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞു ഒന്ന് സ്നേഹിച്ചൊക്കെ പോയിട്ട് അവന്. അപ്പോൾ ഇങ്ങനെ ഇതവിടെ പോട്ട്സും സ്റ്റാൻഡും ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതേപോലത്തെ സ്റ്റാൻഡൊക്കെ വാങ്ങിയിട്ട് അതിൽ സെറാമിക്കിൻ്റെ പോട്ടിലൊക്കെ നല്ല ഇൻഡോർ പ്ലാന്റ്സ് വെച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു ഏരിയ ഇതിനായിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ ഇതിൻ്റെ പർച്ചേസിംഗ് ഒക്കെ ഞാൻ പെട്ടെന്ന് അങ്ങ് ഓടി നടന്ന് തീർത്തു. പക്ഷെ കാക്കാനെ കുറച്ചധികം സമയം വെയിറ്റ് ചെയ്തു കേട്ടോ. പിന്നെ മോന് ചെറിയൊരു ടോയ്, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എവിടെ ഇറങ്ങിയാലും ഇപ്പം പറഞ്ഞ ടോയ് ഉണ്ടല്ലോ അതാണ്. അതും കുറച്ച് സാധനങ്ങളൊക്കെ ടോയ് ഷോപ്പ് കയറി വാങ്ങി. അവന് പിന്നെ എവിടെ പോയാലും നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അത് കോട്ടക്കുന്നാട്ടോ വാങ്ങിയത്. അപ്പോൾ നമ്മളെ പോട്ടും പ്ലാന്റൊക്കെ പിറ്റേ ദിവസമാണ് ഇട്ടത്. ഇത് വാങ്ങിയതാണ്. ഞാൻ വാങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ എനിക്ക് കാണിക്കണം കേട്ടോ. അതാണ് ഹാങ്ങിങ് പോട്ട് വാങ്ങിയത്. ഇവിടെ ഹാങ് ചെയ്ത് നോക്കി ഞാൻ, കറക്റ്റാണ് കേട്ടോ ഒരു ഏരിയയിലേക്ക്. ഇപ്പോഴേക്ക് പ്ലാന്റ് ഒന്ന് കാക്കാനെ സോപ്പിട്ടൊന്ന് വാങ്ങണം, അതാണ് വലിയ റിസ്ക്. അവിടുന്ന് വാങ്ങിയതാണെങ്കിൽ അങ്ങോട്ട് വാങ്ങിയിരുന്നു. അങ്ങനെ അതിനായിട്ട് കൊണ്ടുപോകുമ്പോൾ പിന്നെ കാക്ക ഒന്നും പറയാനൊന്നുമില്ല, എന്നെ അങ്ങോട്ട് വിട്ടുതരും. ആവശ്യമുള്ള വാങ്ങിക്കോ എന്ന് പറയും, വാങ്ങും, ഞാൻ അങ്ങോട്ട് പോരും. അങ്ങനെയാണ് കേട്ടോ. ഇവിടെ ആകുമ്പോൾ ആളെ കൊണ്ടുപോകാൻ കുറച്ച് പാടായിരിക്കും. അത് പിന്നെ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ പിന്നെ വേറെ ഇതൊന്നും ഇല്ലല്ലോ ആൾക്ക്. അപ്പം അങ്ങോട്ട് അതിനായിട്ട് നിൽക്കും. ഇങ്ങനത്തെ ഒരു പോട്ടാണ് കേട്ടോ. ഇതിങ്ങനെ ഡബിൾ പോട്ട്, ഈ ഉള്ളിലേക്കുള്ള പോട്ട് ഉൾപ്പെടെ ഉണ്ട്. അതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്
അത് 35 രൂപയായിരുന്നു എന്ന് എൻ്റെ ഓർമ്മ ആ ഡബിൾ പോട്ട്. ഇത് 25 രൂപയാണ് ഒരു പീസിന് കേട്ടോ. ഇന്നർ പോട്ടും ഔട്ടർ പോട്ടും കൂടെ. ഇത് നമ്മുടെ പാഷ്യോല് ആ ഒരു ബാത്റൂമിൻ്റെ അടുത്ത് നിന്നുള്ളൊരു ചുമരുണ്ടല്ലോ അതിൽ വെക്കാനാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. 130 രൂപയുള്ളൂ. നല്ല അടിപൊളി പ്ലാസ്റ്റിക്കാണ്. ഹാങ്ങിങ് പോട്ടാണ് കേട്ടോ. ഇതാണ് നമ്മൾ സെലീനാക്ക് വാങ്ങിയ പോട്ട്സ് രണ്ടെണ്ണം. ഇതിൻ്റെ ഇതാ ഇന്നർ പോട്ടും ഔട്ടർ പോട്ടും കൂടെ 150 രൂപയാണ് കേട്ടോ ഒന്നിന്. അപ്പോൾ സെറാമിക്കിൻ്റെ പൊട്ടിന് ഞാൻ പറഞ്ഞില്ല 200 രൂപയാണ് ഒന്നിന് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ പ്ലേറ്റ് ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. അടിയിൽ ഹോളുണ്ട്, പക്ഷേ പ്ലേറ്റ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. ഈ ഒരു പോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഈ വൈറ്റും ബ്ലാക്കും കൂടെ ഉള്ള ഈ ഒരു ജാലിക്കട്ട് വരുന്ന പോട്ട്. അതിന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 45 രൂപയായിരുന്നു തോന്നുന്നുണ്ട് ആ ഒരു പോട്ടിന്. പിന്നെ ഇതാ മോന് വാങ്ങിയിട്ടുള്ള ടോയ്. അപ്പോൾ അവന് വന്ന് പറയായിരുന്നു എൻ്റെ ടോയ് കാണിക്കണ്ടമ്മ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ അവനെ നിരാശപ്പെടുത്തണ്ടല്ലോ, അതുകൊണ്ട് ഉൾപ്പെടുത്തിയത് കേട്ടോ. അവന് ഇതിൻ്റെ റിവ്യൂ ഒക്കെ ചറപറ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ടോയ്സിൻ്റെ റിവ്യൂ കാണാനുള്ള മെയിൻ ഹോബി. ടി വിയിലെ യൂട്യൂബ് ഇട്ട് കൊടുക്കുള്ളൂ, ഫോണോ ടാബോ ഒന്നും കൊടുക്കൂല ഞാൻ. അപ്പോൾ അവൻ്റെ മെയിൻ ഹോബി ടോയ്സിൻ്റെ റിവ്യൂ കാണലാണ്. പിന്നെ ഇത് ഞാൻ അവനായിട്ട് വാങ്ങിയ കുറച്ച് സംഭവങ്ങളാട്ടോ. പഠിക്കാനുള്ള ബേബി ലെറ്റർ ഇംഗ്ലീഷ് ലെറ്റേഴ്സും അതേപോലെ മമ്മ ലെറ്റേഴ്സിൻ്റെ ഇംഗ്ലീഷ് ലെറ്റേഴ്സും പിന്നെ നമ്പേഴ്സും ഒക്കെ. പിന്നെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവന് കണ്ണിന് ഡസ്റ്റിൻ്റെ അലർജി ഉണ്ടെന്ന്. അപ്പോൾ ഒരു വൈറ്റ് ബോർഡ് അതും വാങ്ങിയിട്ടാണ്. വൈറ്റ് ബോർഡ് ഇവിടെ ഫ്രിഡ്ജിൻ്റെ മേലെ വെക്കണമെന്നുണ്ടായിരുന്നല്ലോ എൻ്റെ കയ്യിൽ. അതിലാണ് ഇത്രയും ദിവസം എഴുതിക്കൊണ്ടിരുന്നത്. പിന്നെ മാഗ്നറ്റിക്കിൻ്റെ 2-3 ഒരു ടാബ് ടൈപ്പ് ഉണ്ടല്ലോ, അത് 3 വാങ്ങി. മാഗ്നറ്റിക്കിൻ്റെ 1 വാങ്ങി. ജിയമോൾ ചെറുതിൽ ഉപയോഗിച്ചിരുന്ന ഒന്നുണ്ടായിരുന്നു, അതും ഓൻ കേടാക്കിയിട്ടാണ്. പെട്ടെന്ന് കേടാക്കും. അപ്പോൾ ഏതായാലും ഇപ്പോൾ ചോക്ക് കൊണ്ട് ഇങ്ങനെ എഴുതുമ്പോൾ പെൻസിൽ കൊണ്ട് ഇങ്ങനെ എഴുതുമ്പോൾ പൊടിൻ്റെ ഭയങ്കര ശല്യം. അപ്പോൾ ഞാനിതാ അതും വാങ്ങിയിട്ടാണ്. ഇതിൻ്റെ റിവ്യൂ ഒക്കെ അടിപൊളിയായിട്ട് അവൻ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതിൽ, വോയിസ് ഞാൻ സൈലൻ്റ് ആക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ എന്താ ഇനിയിപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ചെറിയൊരു പീസ് ഞാൻ കാണിക്കട്ടെ. ഭയങ്കര റിവ്യൂ ആണ്. ഇതിങ്ങനെ കാണുന്നതുകൊണ്ടേ കുട്ടികൾ പെട്ടെന്ന് ഒക്കെ കോപ്പി ചെയ്യുമല്ലോ, അങ്ങനെ ഭയങ്കര റിവ്യൂ പറയലാണ് കേട്ടോ. അത് ചെറിയൊരു ക്ലിപ്പ് ഞാൻ ഇതിൽ തന്നെ നിർത്തുന്നുണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും. ഇത് 1 2 3 വായിച്ചു. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. പിന്നെ നമ്മളെ 6 ഇങ്ങനെ ഉണ്ടോ, പിന്നെ നമ്മളെ 5 ഇങ്ങനെ മേലെ കൊണ്ടുപോയിട്ട് 4 കൊടുത്തിട്ട് ഇങ്ങനെ ഉണ്ടോ 4. പക്ഷെ നമ്മളെ ഉമ്മാന്റെ 4 ഉണ്ടാണ്, ബേബിയുടെ 4 ഇതാ.